ഹലോ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താണ് അത് രണ്ട് വിഭാഗക്കാർ വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾ മാനേജ് ഒന്നും പറയുന്നത് പ്ലീസ്, പ്രകോപിക്കില്ല പ്ലീസ്, പ്രകോപിക്കില്ല പ്ലീസ്, പ്രകോപിക്കില്ല പ്ലീസ്, ഒന്ന് പ്ലീസ്. മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എന്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇപ്പൊ മിനിസ്റ്റർ ഇപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പോകണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാന്നുള്ളത് ശരിയല്ലല്ലോ ജനാധിപത്യത്തിൽ. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ. ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുക. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ, അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷെ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു പൊതുപ്രവർത്തകയുടെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നതാണ് ഇന്ന് കണ്ണൂരിൽ കണ്ട ആശുപത്രി നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ കരിങ്കൊടിയുമായി ചെന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേവലം 4-5 KSU പ്രവർത്തകർ പ്രതിഷേധവുമായി മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മന്ത്രിക്ക് സംരക്ഷണ വലയമൊരുക്കിയത് 20-25 പോലീസുകാരാണ്. യാതൊരു രീതിയിലേക്കും ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലീസുകാർ ശ്രമം നടത്തുന്ന വിഷ്വലുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്ന രംഗം എന്താണ്? സമരക്കാർക്ക് നേരെ ആക്രോശിച്ചു കൊണ്ടുവരുന്ന വീണ ജോർജിനെയാണ്. കേസുകാരെ അസഭ്യം പറയുന്ന വീണ ജോർജിനെയാണ്. അത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബോധപൂർവമായി ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. മന്ത്രി, ഒരു വനിതാ മന്ത്രിയെ ഈ രൂപത്തിൽ കേരളം പോലെ സമൂഹത്തിൽ ആക്രമിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം, വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഒരു നശീകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് ഇന്നലെ നിയമസഭയിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ നശീകരണാത്മകത ഇത്രത്തോളം വരും എന്നുള്ളത് പറയുമ്പോൾ കരുതിയിരുന്നില്ല. ഒരു വനിതാ മന്ത്രിയെപ്പോലും ആക്രമിക്കാൻ, അതും അവർ ട്രെയിനിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ട്രെയിനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരെ വളഞ്ഞു നിന്ന് ബോധപൂർവ്വം ആക്രമിക്കുകയാണ്. അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ഞങ്ങൾ പ്രാഥമികമായൊരു അന്വേഷണം നടത്തി. പ്രാഥമികമായ അന്വേഷണത്തിലും ഇതുവരെ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും കേസുകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് കേസുകാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷെ ഇതുവരെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 KSUക്കാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരും 3-4 KSUക്കാരും പ്രതിഷേധിക്കും. കരിങ്കൊടിയൊക്കെ കാണിച്ച് പ്രതിഷേധിക്കും. എല്ലാവർക്കും എതിരായി പ്രതിഷേധിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിഷേധിക്കും. പക്ഷേ ആക്രമിക്കും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. അല്ല, പിന്നെ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, എന്തും പറയാലോ, അതില് അർത്ഥമില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ തുടർച്ചയായി നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്തരം ആക്രമണം. അതിന് ബന്ധപ്പെട്ടവർ തിരുത്തേണ്ടവരെ തിരുത്തണം, മാപ്പ് പറയേണ്ട നിലപാട് സ്വീകരിക്കണം. കേരളം ഇന്നുവരെ കാണാത്ത ഒരു സംഭവമാണിത്. ഒരു മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ഒരു ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, ഇതൊരു തെറ്റായ രീതിയാണ്. ഈ രീതി ബന്ധപ്പെട്ടവർ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. വീണ ജോർജ് ഒരു നിമിത്തം മാത്രമാണ് വീണ ജോർജിനെ ആക്രമിക്കുന്നത്.
അവർ മന്ത്രിയാണ്, അവർ അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച നിലയിൽ ചെയ്യുന്നതാണ്. ഈ ഒരു നെഗ്ലിജൻസിന്റെ കഥ പറയുമ്പോൾ ഓരോ ദിവസവും എത്രയേറെ നേട്ടങ്ങളുടെ കഥയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഈ മന്ത്രിയുടെ തന്നെ കീഴിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരത്ത് ഇന്നത്തെ ദിവസം ഈ KSU അഴിഞ്ഞാട്ടം നടത്തുന്ന ഈ ദിവസം, മന്ത്രി ആക്രമിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് അവയവദാനം നടക്കുകയല്ലേ? അതിലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലേ ഇന്ന് രാവിലെ? ഇത് ഓരോ ദിവസവും നടക്കുകയാണ്. അപ്പോൾ അഭിമാനകരമായ ഇത്തരം നേട്ടങ്ങൾ, ഇങ്ങനെ അവയവദാനം, ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നെഗ്ലിജൻസിനെ പെരുപ്പിച്ച് കാണിക്കുകയും ആരോഗ്യ മേഖലയ്ക്കെതിരെ ഒരു വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ലക്ഷങ്ങൾ കോടികൾ നിക്ഷേപിച്ചിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുകൂടിയാണ് പറയാനുള്ളത്. അതായത് ആ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാവുന്ന ഒരു കാര്യം, ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗൂഢാലോചന നടത്തിയത് സമരക്കാരല്ല, മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിൽക്കുന്ന ആളുകളുമാണ്. കാരണം ആ സമരം, കരിങ്കൊടി പ്രതിഷേധം കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നൊരു കാര്യം, സമരക്കാർ തികച്ചും ജനാധിപത്യപരമായി പ്രതിഷേധം ഉന്നയിച്ചു, പ്രതിഷേധം നടത്തി എന്നല്ലാതെ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ പോലീസ് ബന്ദോബസ്തിലാണ് അവർ സമരം നടത്തിയിട്ടുള്ളത്.